ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത്. സീറോ മലബാർ പാരമ്പര്യമനുസരിച്ച് നോമ്പുകാലത്തിന് തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ച സകല മരിച്ച വിശ്വാസികളെയും അനുസ്മരിക്കുന്ന ദിവസമാണ്. സാർവത്രിക സഭ നവംബർ 2-ാം തീയതി ഈ ദിവസം ആഗോള സഭയിൽ ആഘോഷിക്കുന്നത് കൊണ്ട് ഇത് പ്രത്യേക പ്രാധാന്യത്തോടെ കാണുന്ന ഒരു രീതി അപൂർവം ചില രൂപതകളിലേ ഉള്ളൂ. എങ്കിൽ പോലും ഈ ദിവസം സകല മരിച്ച വിശ്വാസികളെ നമ്മൾ അനുസ്മരിക്കുകയും അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ പദ്ധതിക്കായിട്ട് അവരെ സമർപ്പിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. തൻ്റെ വിധിനാളിനെ കുറിച്ചുള്ള കൃത്യമായ സൂചന മത്തായി സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ അവിടെ നിന്ന് നൽകുന്നുണ്ടല്ലോ. വനമേഘങ്ങളിൽ മഹത്വത്തിൻ്റെ രാജാവായി അവിടെ നിന്ന് എഴുന്നള്ളുമ്പോൾ ഇടതും വലതുമായി ദുഷ്ടരെയും ശിഷ്ടരെയും വേർതിരിച്ച് നിർത്തുമെന്നും ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവരെ ഇരുപക്ഷമായി നിർത്തും. വലതുവശത്തുള്ളവർക്ക് നിത്യ സമ്മാനം സ്വർഗം സമ്മാനിക്കുമ്പോൾ ഇടതുവശത്തുള്ളവർക്ക് ശിക്ഷാവധിയുടെ നരകത്തിൻ്റെ പീഡനം ഏൽപ്പിച്ചു കൊടുക്കുമെന്നുള്ള സൂചന ഈശോ തൻ്റെ വാക്കുകളോട് നൽകുന്നു. അന്ത്യവിധി നാളിൽ അവൻ ആഗതനാകുന്ന നിമിഷം അവൻ്റെ വലതുഭാഗത്ത് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുക എന്നത് ഈ ധ്യാനചിന്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം. ഒപ്പം കത്തോലിക്ക സഭയുടെ വിശ്വാസബോധ്യമനുസരിച്ച് ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് നാം ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി സമർപ്പിക്കുന്ന വിശുദ്ധ ബലികളും ഒപ്പീസും മറ്റു പ്രാർത്ഥനകളുമൊക്കെ അവരെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവാൻ ഏറെ സഹായകരമാകുമെന്നുമുള്ള വിശ്വാസവും ആ ബോധ്യവും നമ്മൾ ചേർത്ത് വെച്ച് ധ്യാനിക്കേണ്ടതാണ്. നമ്മുടെ ബോധ്യമനുസരിച്ച് സ്വർഗവും നരകവും അതിൻ്റെ ഇടയിൽ ശുദ്ധീകരണ സ്ഥലവും മാരകപാപങ്ങൾ ചെയ്ത് ഗൗരവമായി ദൈവസ്നേഹാനുഭവത്തിൽ നിന്ന് മാറി നടന്ന ദൈവസ്നേഹാനുഭവത്തിൽ നിന്ന് വിട്ടുനിന്ന സമൂഹത്തിനെ ദൈവം നിത്യ നരകാഗ്നിയിലേക്ക് ശിക്ഷിക്കുമെന്നും ഈ ലോക ജീവിതത്തിൽ ചെറുതും അത്രമേൽ ഗൗരവതരവുമല്ലാത്ത പാപങ്ങളിലൂടെ കടന്നുപോയവർ കൃത്യമായി മാനസാന്തരപ്പെട്ട് ഒന്ന് കുമ്പസാരിക്കാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനും അവസരം കിട്ടാതെ മരിച്ചുപോയവർ, അങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ തീനരകത്തിലേക്ക് തള്ളിവിടാതെ അവർക്ക് വേണ്ടി ദൈവം സ്വർഗത്തിനും നരകത്തിനും ഇടയ്ക്ക് ശുദ്ധീകരണ സ്ഥലം എന്നൊരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വാസത്തോടെ ബോധ്യപ്പെടുകയാണ്, ചിന്തിക്കുകയാണ്. അവരെയാണ് നമ്മൾ പ്രാർത്ഥനയിലൂടെ സ്വർഗത്തിലേക്ക് കരയറ്റാനായിട്ട് ആഗ്രഹിക്കുക. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയും പരിത്യാഗ പ്രവർത്തനങ്ങളും വഴി അത്തരം വ്യക്തികൾക്ക് സ്വർഗത്തിലേക്ക് ദൈവസന്നിധിയിലേക്ക് പറന്നുയരാൻ തിരുസഭ അവസരം ഒരുക്കുന്നുണ്ട്. അന്ത്യവിധി നാളിൽ അങ്ങനെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്നവരെയും തൻ്റെ വലതുഭാഗത്ത് ചേർത്ത് നിർത്തി അന്ത്യവിധി നാഥൻ വിധി പ്രഖ്യാപിക്കുമെന്നും അവരും ചെമ്മരിയാടുകളുടെ പക്ഷം ചേർന്ന് സ്വർഗത്തിൽ ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുന്ന മാലാഖ വൃന്ദത്തോട് വിശുദ്ധ വൃന്ദത്തോട് ചേരുമെന്നും നമ്മുടെ സഭ ആഴമായ ബോധ്യത്തോടെ വിശ്വസിക്കുന്നുണ്ട്. ഈ വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു സംശയത്തിൻ്റെ നിഴലിൽ ഇത്തരം വിശ്വാസബോധ്യങ്ങളെ നിർത്താതെ അത് ഹൃദയപരമാർത്ഥതയെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളാലാവുന്ന രീതിയിൽ പുണ്യപ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുവാനും നമ്മളാകുന്ന രീതിയിൽ പ്രാർത്ഥനയിലൂടെ ശുശ്രൂഷകളിലൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് അവരെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഏറെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ദിവസത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുവാനും നന്മ പാതയിലൂടെ മുന്നോട്ട് പോകുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.